ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫോമാറ്റിക്. ഇന്ന് നമ്മൾ ഈ വാഹനം ഓടിച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഫോർമുല 1 റേസറായ നരയൻ കാർത്തികൻ സാറിൻ്റെ റേസ് ട്രാക്കിലാണ് വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. ആ സമയത്ത് ഇത് 140 കിലോമീറ്റർ അച്ചീവ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമ്മളെ കൊണ്ട് എത്രത്തോളം സാധിക്കുമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. Please fasten passenger seat belt. സെക്കൻഡ് തള്ളുവാണ് എടുത്താലും കള്ളപ്പന്നി ബെൻസുകൊണ്ട് ഫ്രണ്ട് വെച്ചാൽ കയറാൻ നോക്കുന്നുണ്ടോ? 118 bhp ഫുള്ളും പെർഫോമൻസ് ആക്കി. മറ്റേ ഡോക്ടർ ഡ്രൈവിലാവും പറയുന്നല്ല, ഇത് കേരളത്തിലല്ല. 132 കയറട്ടെ ലൈറ്റ് കേൾക്കാൻ ആൾട്രോസ് റേസർ എന്ന് പറഞ്ഞ മോഡൽ ഇറങ്ങിയപ്പോൾ നല്ല വ്യത്യാസമാണ് വണ്ടിയിലുള്ളത്. വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സ്പോർട്ടി ഫിനിഷിങ്ങിലാണ് വണ്ടി ഫുള്ള് നല്ല സ്പോർട്ടി ഫിനിഷോടുകൂടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. നമുക്കത് ഇൻറ്റീരിയർ വിശേഷവും എക്സ്റ്റീരിയർ വിശേഷവും നമുക്കറിയാം. സ്പോർട്ട് ഹാച്ച് കാറ്റഗറിയിൽ ഡൈനമിക് പെർഫോമൻസുമായി ടാറ്റ ആദ്യമായി അവതരിപ്പിച്ച ആൾട്രോസ് റേസർ എന്ന മോഡൽ ഒരു തീപ്പൊരി ഐറ്റം തന്നെയാണ്. സ്റ്റാൻഡിങ്ങിൽ 4 വരെ കയറത്തുള്ളൂ. റണ്ണിങ് ആണെങ്കിൽ 7.5 വരെ കയറും. Please fasten. ഈ ഒരു വാഹനത്തിലൂടെ ടാറ്റ പുതിയൊരു സീരീസിന് തുടക്കം കുറിക്കുകയാണ്. അതെ, റേസിംഗ് എഡിഷൻ. ഡാർക്ക് എഡിഷൻ എന്ന പോലെ തന്നെ ഇനി റേസിംഗ് എഡിഷനും ടാറ്റ തുടരുവാനുള്ള സാധ്യതയുണ്ട്. എഞ്ചിനിലും സീറ്റിങ്ങിലും ഫീച്ചേഴ്സിലുമൊക്കെ ടാറ്റ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റു വാഹന കമ്പനികൾക്ക് പെർഫോമൻസ് എഡിഷൻ അങ്ങനെ ഒരു ലൈനപ്പ് ഉണ്ട്. ഇപ്പോൾ ഹ്യുണ്ടായിക്കാണെങ്കിൽ എൻലൈൻ ഉണ്ട്, കിയക്കാണെങ്കിൽ GTX ഉണ്ട്. അതിലേക്ക് ആദ്യ ചവിട്ടുപടി എന്നുള്ള നിലയിൽ വളരെ സൂക്ഷിച്ച് തന്നെയാണ് ടാറ്റ ആൾട്രോസ് റേസർ എഡിഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. പെർഫോമൻസ് ടൈമിൽ ഒരു രക്ഷയില്ല, പവർ വാരിക്കോരി തരികയാണ് വണ്ടി. 5500 RPM 118 bhp കിട്ടും. നമ്മളത് ഡ്രൈവ് ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴെന്നല്ല, വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഫീലിംഗ് മനസ്സിലാവും. പിന്നെ 170 Nm ടോർക്കാണ് ഈ വാഹനം നൽകുന്നത്. വെറും 1750 RPM തൊട്ട് ഇത്രയും ടോർക്ക് നമുക്ക് ലഭിച്ചു തുടങ്ങും. കാർ എന്തൂസിയാസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തതെന്ന് പറയേണ്ടി വരും ഈ വാഹനം ഓടിക്കുമ്പോൾ. അത്രയ്ക്ക് മികച്ച പെർഫോമൻസ് ആണ് വണ്ടി തരുന്നത്. ആ ഒരു സ്റ്റെബിലിറ്റിയും ബ്രേക്കിംഗ് ആണെങ്കിലും, ബ്രേക്കിംഗ് ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് ഉള്ളൂ, ബാക്കിൽ ഡ്രം ബ്രേക്കാണ്. അതൊരു പോരായ്മയാണ് ഈ വാഹനത്തിൻ്റെ. പക്ഷേ എന്നിരുന്നാൽ കൂടി വാഹനം ഓടിക്കുന്ന സമയത്തും ബ്രേക്ക് ചെയ്യുന്ന സമയത്തും വണ്ടിക്കുള്ള ആ ഒരു നല്ല കൺട്രോളാണ് വണ്ടി. ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയാണ് അല്ലേ? റേസറിന് 3 കളർ ഓപ്ഷനുകളാണ് വരുന്നത്: ഓറഞ്ച്, ഗ്രേ, അവന്യൂ വൈറ്റ്. ഈ 3 കളറുകളിലും ഹുഡും ടോപ്പും ബ്ലാക്ക് ആയിട്ടുള്ള ഡുവൽ ടോണിലാണ് വാഹനം ലഭിക്കുന്നത്. കൂടാതെ നല്ല ഭംഗിയുള്ള 2 സ്ട്രിപ്പ് ലൈറ്റ്, നമ്മൾ
പണ്ട് കണ്ടിരുന്ന റേസിംഗ് കാറുകളിലൊക്കെ വന്നുകൊണ്ടിരുന്ന ടൈപ്പ് ലൈനാണത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പ്രൊജക്ടർ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ചേർന്ന ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണുമ്പോൾ നമുക്കൊരു പുതുമ ഫീൽ ചെയ്യും. ഇതിൽ കോർണർ അസിസ്റ്റ് ഫോഗ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏത് സൈഡിലോട്ടാണോ സ്റ്റിയറിംഗ് തിരിക്കുന്നത് ആ സൈഡിലെ ഫോഗ് ലാമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകുന്നതായിരിക്കും. മുൻവശത്ത് വന്നിരിക്കുന്ന പ്രധാന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗോ സ്മോക്കി ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. കൂടാതെ 360 വ്യൂവിൻ്റെ ക്യാമറയെ നമുക്ക് കാണാൻ സാധിക്കും. വശങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ മുൻപ് കണ്ട അതേ ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഉള്ള വ്യത്യാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ സൈഡിലെ ഡോറിൽ റിക്വസ്റ്റ് സ്വിച്ച് ഉണ്ട്. ഡ്രൈവർ സൈഡിൽ മാത്രമേ ഉള്ളൂ, കോ ഡ്രൈവർ സൈഡിൽ അത് നൽകിയിട്ടില്ല. പിന്നെയുള്ളത് പിന്നിലെ ഡോർ ഹാൻഡിലുകളും വരുന്നത് ടോപ്പ് കോർണറിലായിട്ടാണ്. അതുകൂടാതെ റണ്ണിംഗ് ബോർഡിന്റെ താഴെയായി ഒരു ചെറിയൊരു സ്കേർട്ടിംഗ് എഡ്ജ് രണ്ട് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. വാഹനത്തിന്റെ പുറകിൽ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായൊരു ഡിസൈനോട് കൂടിയതും മാക്സിമം എയറോഡൈനാമിക്സ് വർക്കൗട്ട് ചെയ്യുന്നതുമായ ടെയിൽ ലാമ്പ് ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ നമുക്ക് കാണുവാൻ സാധിക്കും. പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഷാർക്ക് ഫിൻ ആൻറ്റിനാണ് നൽകിയിരിക്കുന്നത്. ഈ വാഹനം അവന്യൂ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെയിൽ ലാമ്പും ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനൊക്കെ നമുക്ക് ഒരു നല്ലൊരു ലുക്ക് നമുക്ക് തരുന്നുണ്ട്. പുറകിൽ ആൾട്രോസ് എന്ന ബാഡ്ജിങ് ഉണ്ട്, അത് ബ്ലാക്കിലാണ് നൽകിയിരിക്കുന്നത്. ബാക്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ടാറ്റയുടെ ലോഗോയും മുൻപിലത്തേതുപോലെ തന്നെ സ്മോക്ക് ചെയ്തിരിക്കുന്ന ലോഗോയാണ്. റിയർ ഡിഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്, വാഷർ വരുന്നുണ്ട്. ഈ കാണുന്ന ഐ ടർബോ പ്ലസ് ആ ഒരു ബാഡ്ജിങ്ങിന് വലിയ ഒരു കാര്യമുണ്ട്. അതിൻ്റെ ആ ഒരു പവർ അറിയണമെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിച്ച് തന്നെ നോക്കണം. ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVM ആണ്. 360 ഡിഗ്രി വ്യൂവിൻ്റെ ക്യാമറയോ അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഏറ്റവും പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു ബാഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേസർ എന്നുള്ളൊരു ബാഡ്ജിങ് ആണ്. ഡോറ് തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്പോർട്ടി ഫീല് നമുക്ക് മനസ്സിലാവും. വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കളർ ടോണും വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആയാലും ഇൻഫോടൈം സിസ്റ്റം ആയാലും അതുപോലെ തന്നെ AC വെന്റും എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കളർ കോമ്പിനേഷനും എല്ലാം നല്ലൊരു സ്പോർട്ടി ഫീലിലാണ് കൊടുത്തിരിക്കുന്നത്. ലെതർ ഫിനിഷോട് കൂടിയ സ്റ്റിയറിംഗ് വീലും അതിൽ തന്നെ ക്രൂയിസ് കൺട്രോളും ബാക്കിയുള്ള ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗിൻ്റെ ഇടതുഭാഗത്തായി ഇൻഫോടൈൻമെന്റ് സിസ്റ്റം അഡ്ജസ്റ്റ്മെന്റ്, കോൾ അസിസ്റ്റ് ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. മുൻപത്തേതുപോലെ തന്നെ ഹോൺ പ്ലേസ് ചെയ്തിരിക്കുന്നത് റൈറ്റിലെയും ലെഫ്റ്റിലെയും സ്പോക്കുകളിൽ തന്നെയാണ്. ആ ലെതർ റാപ്പ് ചെയ്ത സ്റ്റിയറിംഗ് വീല് കാണുമ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ടച്ചിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിലെ സീറ്റ് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം 6 വേ മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. അത് ഒന്ന് ഇലക്ട്രിക്കൽ ആക്കാമായിരുന്നു, പക്ഷേ വെന്റിലേറ്റഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹെഡ് റെസ്റ്റിൽ റേസർ എന്നൊരു ബാഡ്ജിങ് വളരെ എന്താ പറയുക ഒരു റേസിംഗ് എഡിഷനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സീറ്റിൽ കൊടുത്തിരിക്കുന്ന ആ സ്ട്രൈപ്പ് ലൈൻസ് വരെ അതിനൊരു ഉദാഹരണം മാത്രമാണ്. ഓറഞ്ച് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ഇൻറ്റീരിയേഴ്സ് എല്ലാം വരുന്നത്. മെറ്റാലിക് ഡാർക്ക് ഷെയ്ഡിൽ 3D ലെറ്ററിങ്ങോട് കൂടി ആൾട്രോസ് എന്ന ആ ബാഡ്ജിങ് വെച്ചിരിക്കുന്നത് അത് ആ സെൻട്രൽ കൺസോളിനെ വളരെ സുന്ദരമാക്കുന്നുണ്ട്. ഇതാണ് റേസറിൻ്റെ സ്മാർട്ട് കീ. ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെ വാഹനം പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. ഇൻസൈഡിൽ വരുന്ന ഡോർ ഹാൻഡിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. ഡോർ ഹാൻഡിൻ്റെ ഇൻസൈഡ് ഒരു ഡാർക്ക് കളർ കോമ്പിനേഷനിലാണ് നൽകിയിരിക്കുന്നത്. 4 പവർ വിൻഡോസ് അഡ്ജസ്റ്റബിൾ സ്വിച്ചസും പിന്നെ ORVMൻ്റെ നോബും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൽ 6 എയർ ബാഗുകളാണ് വരുന്നത്. നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ പാസഞ്ചർ സൈഡിലുള്ള എയർ ബാഗുകൾ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് മുകളിൽ കാണുകയും ചെയ്യാം. എയർ ക്വാളിറ്റി ഇൻഡെക്സ് അഥവാ AQI എന്ന റീഡിംഗ് യൂസ് ചെയ്തിട്ടാണ് ഇതിലെ എയർ പ്യൂരിഫയർ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്, പക്ഷേ ഡുവൽ സോൺ അല്ല AC വരുന്നത്, സിംഗിൾ സോണാണ്. ഡുവൽ സോൺ AC ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇതിൽ ഗ്ലോബോക്സിൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നത് മുകളിലാണ്. നമുക്ക് ഗ്ലോബോക്സ് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു വിസിബിലിറ്റി ലാമ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇത് കോൾഡ് ഗ്ലോബോക്സ് ആണ്. ഹാൻഡ് ബ്രേക്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിലാണ് ഹാൻഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ലെതർ ഫിനിഷ്ഡാണ് അതിൻ്റെ സ്റ്റിച്ചിങ്. ഇതിൻ്റെ എല്ലാം ഓവറോൾ സ്റ്റിച്ചിങ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ടാറ്റ ഈ വാഹനത്തെ ഒരു റേസിംഗ് എഡിഷനാക്കി മാറ്റിയതെന്നുള്ളത്. ലെതർ കവറിങ്ങോട് കൂടിയ ഗിയർ നോബാണ് കൊടുത്തിട്ടുള്ളത്. 6 സ്പീഡ് മാനുവലാണ്. അതുകൊണ്ട് തന്നെ 6th ഗിയർ കഴിഞ്ഞിട്ട് അതിൻ്റെ അതേ പൊസിഷനിൽ തന്നെയാണ് റിവേഴ്സും വന്നിരിക്കുന്നത്. 6 സ്പീഡ് മാനുവൽ മാത്രമേ ഉള്ളൂ, ഓട്ടോമാറ്റിക് കൊണ്ടുവന്നിട്ടില്ല. ഈ വാഹനത്തിൽ ഓട്ടോമാറ്റിക് കൊണ്ടുവരണ്ട എന്നുള്ളതാണ് എനിക്ക് വണ്ടി ഓടിച്ചപ്പോൾ മനസ്സിലായത്. കാരണം ഇതിലുപയോഗിച്ചിരിക്കുന്നത് ഹൈഡ്രോളിക് ക്ലച്ചാണ്. അതിൻ്റെ ആ ഒരു റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്, നല്ല പക്ക ക്യുക്കാണ്.
നമുക്ക് ഷിഫ്റ്റിംഗ് ആയാലും അതിലൊന്നും ഒരു ലാഗോ ഒരിക്കൽ പോലും ഗിയർ ഇടുമ്പോൾ ഒരു തരത്തിലും പവർ നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇൻഫോർടൈൻമെൻറ്റിലോട്ട് വരുമ്പോൾ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ, പിന്നെ അഡാസ് ഫീച്ചേഴ്സുകൾ, പിന്നെ അതുപോലെ തന്നെ 4 സ്പീക്കറും 4 ട്വീറ്ററും ഇതിൽ ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വയർലെസ് ചാർജിങ് ഡോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററുകളിൽ അനിമേഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇതിൽ വോയിസ് ആക്ടിവേറ്റഡ് സൺറൂഫാണ് നൽകിയിരിക്കുന്നത്. വോയിസിൽ മാത്രമല്ല സ്വിച്ച് യൂസ് ചെയ്തും ഓപ്പൺ ചെയ്യാവുന്നതാണ്. ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവർക്കായി AC ഇവൻറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളിലും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം TPMS വേണമെന്നുള്ളതാണ് എൻ്റെ ഇതിൽ ABS, EBD, ബ്രേക്ക് അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വാഹനത്തിൽ നമ്മൾ വണ്ടി ഇഗ്നിഷൻ ഓഫാക്കിയാലും നമുക്ക് പവർ വിൻഡോസും കാര്യങ്ങളും വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റവും വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, അത് കണക്ക് തന്നെ നമ്മൾ ഡ്രൈവർ സൈഡ് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് രണ്ടും കട്ട് ഓഫ് ആവുകയും നമുക്ക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഉണ്ട്. കൂടാതെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേയിൽ ക്യാമറ ആക്ടിവേറ്റ് ആയിട്ട് ക്യാമറയുടെ വ്യൂവും കൂടെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇലക്ട്രിക്കലി ഓപ്പൺ ടെയിൽ ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 345 ലിറ്റർ ബൂട്ടാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ബൂട്ടിൻ്റെ താഴെയായി സ്പെയർ വീലും ടൂൾസുകളും നൽകിയിട്ടുണ്ട്. വിസിബിലിറ്റി ലൈറ്റും ഹാങ്ങറും നമുക്കിതിൽ കാണുവാൻ സാധിക്കും. വാഹനത്തിൻ്റെ വീലിലോട്ട് വരുമ്പോൾ 16 ഇഞ്ചിൻ്റെ സ്മോക്ഡ് ഗ്രേ അലോയ്സ് ആണ് വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ വാഹനത്തിൻ്റെ ആ ഒരു ഓവറോൾ ടോണിന് എല്ലാം നല്ല സിങ്ക് ആയിട്ടാണ് ആ ഒരു അലോയും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഹാച്ച് ബാക്കുകളിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും സംശയം സെക്കൻഡ് റോയിലെ സ്പേസ് ആണ്. എങ്ങനെയുണ്ട് ലെഗ് റൂം? അത്യാവശ്യം നല്ല ലെഗ് റൂം വരുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല സ്പേസ് ആണ്. നല്ല സ്പേസ് വരുന്നുണ്ട്. ഫുഡ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് നമ്മുടെ സാക്ഷാൽ നരയൻ കാർത്തികേയൻ്റെ കയ്യൊപ്പുകൾ പതിഞ്ഞ ആ ഒരു ട്യൂണിങ്ങോട് കൂടിയ എൻജിനെയാണ്. ആ ഒരു 1.2 ലിറ്റർ എൻജിനും അതിൻ്റെ കൂടെയുള്ള ടർബോയും നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് നൽകുന്ന ആ 118 bhp പവറും 170 Nm ടോർക്കും ഒരു രക്ഷയില്ല. അതിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പെർഫോമൻസ് വാഹനം ഓടിക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വാഹനം മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പോരായ്മയില്ലെന്നൊന്നുമല്ല. അത്യാവശ്യം കുറേ കാര്യങ്ങൾ കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഇപ്പോൾ AC കാര്യത്തിലാണെങ്കിൽ ഡുവൽ സോൺ ആക്കാമായിരുന്നു. അതുപോലെ തന്നെ ആ ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന റീഡിംഗ് ലാമ്പ് അത് കുറച്ചുകൂടെ ക്വാളിറ്റി ആകാമായിരുന്നു. ബ്രേക്കിങ്ങിലേക്ക് വരുമ്പോൾ 4 ഡിസ്ക് ആക്കാമായിരുന്നു. പിന്നെ ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് കൂടെ ആകാമായിരുന്നു. എന്നാൽ ഇതൊക്കെ വെറും ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ബഡ്ജറ്റ് പ്രൈസിൽ പെർഫോമൻസ് കാർ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ടാറ്റ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഏറ്റവും മികച്ചൊരു ഓപ്ഷനാണ്. ഈ താഴെ കാണുന്ന ഈ പ്രൈസ് റേഞ്ച് ഇത് വളരെ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. ടാറ്റയുടെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടിമുടി മാറ്റം വന്നിട്ടുണ്ട്. EV ആയാലും പെട്രോൾ ആയാലും ഡീസൽ ആയാലും ടാറ്റ കാറുകളുടെ സെയിൽസ് ആൻഡ് സർവീസ് നടക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന നിപ്പോൺ ഗ്രൂപ്പിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ലെക്സൺ ടാറ്റയിലൂടെയാണ്. സർവീസിൻ്റെ കാര്യമായാലും കസ്റ്റമേഴ്സുമായിട്ടുള്ള ഡീലിങ്സിൻ്റെ കാര്യത്തിലായാലും അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ടാവും. ഇപ്പോൾ ടാറ്റ വാഹനങ്ങൾ ധൈര്യമായിട്ട് മേടിക്കാൻ സാധിക്കും. ടാറ്റ കാറുകളുടെ എൻക്വയറിക്കും ഡീറ്റെയിൽസിനുമായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി കൂടിക്കോളൂ. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിനിയും ഒരുപാട് ദൂരം മുൻപോട്ട് സഞ്ചരിക്കാൻ സാധിക്കും.